വയനാടിനെ സംബന്ധിച്ചിടത്തോളം 750 കോടിയല്ല ആരും പ്രതീക്ഷിച്ചത്. ഒരുപക്ഷെ ക്ഷേമ പെൻഷൻ ഒന്നും കൊടുത്തില്ലെങ്കിലും മുണ്ടുമുറുക്കിയെടുത്താണെങ്കിലും വയനാടിൽ സംഭവിച്ച ദുരന്തത്തിന്റെ വ്യാപ്തി എത്രയാണ് എന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്നതാണ്. അതിൽ 750 കോടിയിൽ കൂടുതൽ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ് വാസ്തവം. പറയാലോ അല്ലേ? ഇവിടെ ആദ്യം കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് GSTയിലൂടെ വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്, വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതിനുവേണ്ടി എന്ത് പരിഷ്കാരമാണ് നടപ്പിലാക്കിയിട്ടുള്ളത് കേരളത്തിൽ എന്നുള്ളതാണ്. GSTയിൽ നികുതി ഘടന നിശ്ചയിക്കുന്നത് കേരളത്തിലെ സർക്കാരല്ല, കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ യൂണിയൻ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന നികുതി ഘടനയും ആ നികുതി ഘടനയിൽ അവർ കൈവച്ചിട്ട് അവർ കൊള്ളയടിച്ചു കൊണ്ടുപോയിട്ടുള്ള കുറേ മേഖലകളുണ്ട്. ഇന്നലകളിൽ കേരളത്തിലെ പൊതു വിഭവം എന്ന നിലയിൽ നമുക്ക് പരിഗണിക്കാൻ കഴിഞ്ഞിരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വരുമാനമായിരുന്ന നമ്മുടെ വിനോദ നികുതി ഉൾപ്പെടെ അവരിപ്പോൾ യൂണിയൻ ഗവൺമെൻറ് അടിച്ചു കൊണ്ടുപോയി. ആ യൂണിയൻ ഗവൺമെൻറ് അങ്ങനെ കളക്ട് ചെയ്യുന്ന പണത്തിൽ നിന്ന് നമുക്ക് നൽകേണ്ടുന്ന വിഹിതം തരുന്നില്ല എന്ന് മാത്രമല്ല, കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളെയും വലിയ നിലയിൽ പ്രയാസപ്പെടുത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഡൽഹിയിൽ സമരം നടത്തേണ്ടി വന്നിട്ടുള്ളത്. ആ സമരം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമരം നടത്തുകയുണ്ടായി. യൂണിയൻ ഗവൺമെൻറ് പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അവഗണിക്കുന്നു, ശത്രുതാപരമായിട്ടുള്ള സമീപനം എടുക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള അതേ വാക്കുകൾ തന്നെയാണ് കർണാടക മുഖ്യമന്ത്രി തൊട്ടടുത്ത ദിവസം സമരം നടത്തിക്കൊണ്ട് അവിടെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമാണ്. അപ്പം ഇവിടെ കാണേണ്ടുന്ന കാര്യം എന്താണ്? GSTയിലൂടെ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വരുമാന വിഹിതത്തിൽ വലിയ നിലയിലുള്ള വരുമാനം യൂണിയൻ ഗവൺമെൻറ് കട്ടെടുക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. രണ്ടാമത്തെ എന്താണ്? ഈ നികുതി ഘടന നിലനിൽക്കെ സംസ്ഥാനത്തിന് തനത് ഇടപെടലുകളോട് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന നികുതി സാധ്യതകൾ ഏതൊക്കെയെന്നുള്ള അന്വേഷണമാണ്. ആ അന്വേഷണം ഏറ്റവും മികച്ച നിലയിൽ നടത്തിയത് കൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും നല്ല സാമ്പത്തിക മാനേജ്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനം കേരളത്തിലാണ് എന്ന് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഏജൻസികൾ വിലയിരുത്തിയത്. അതുകൊണ്ടാണ് നീതി ആയോഗിന് പ്രത്യേക അഭിനന്ദനം കേരളത്തിന് നൽകാനിടയായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്രമേൽ മികച്ച പെർഫോമൻസ് ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കാണിച്ചിട്ടുള്ള മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ പേര് നമുക്ക് പറയാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ഞാനിവിടെ വച്ചിട്ടുള്ളത്. അപ്പോൾ GSTയുടെ കാര്യത്തിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള പ്രതിലോമ സാഹചര്യത്തെ മറികടക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തിയിട്ടുള്ള തീവ്രമായിട്ടുള്ള ശ്രമത്തെ ആദ്യം തന്നെ നാം അഭിനന്ദിക്കണം. രണ്ട്, എങ്ങനെയാണ് കേരളത്തിൻ്റെ വരുമാനത്തിൽ യൂണിയൻ ഗവൺമെൻറ് കുറവ് വരുത്തിയത്? നേരത്തെ ധനകാര്യ കമ്മീഷൻ്റെ സാമ്പത്തിക വിഹിതം, നമുക്ക് കിട്ടിയിരുന്ന സാമ്പത്തിക വിഹിതം അത് 60:40 എന്ന അനുപാതത്തിലാണ് നമുക്ക് കിട്ടിയിരുന്നതെങ്കിൽ പിന്നീട് യൂണിയൻ ഗവൺമെൻറ് ആ വരുമാനത്തിൻ്റെ തോത് കുറക്കുന്ന നിലയുണ്ടായി. അതുമാത്രമല്ല, രണ്ടാമതൊരു വിഷയം കൂടിയുണ്ട്. അത് നേരത്തെ ഉണ്ടായിരുന്ന കേക്കിൻ്റെ വണ്ണം കുറച്ചു. അതാണ് നേരത്തെ മൊത്തം നൽകിയിരുന്ന തുകയിലുണ്ടായിരുന്ന അളവ് കുറച്ചു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇപ്പോൾ തന്നെ നാം കാണുന്ന കാര്യം എന്താണ്? ഇന്ത്യയുടെ മൊത്തം ബജറ്റിൽ വന്നിട്ടുള്ള ചിലവുകളുടെ കുറവ് ഈ യൂണിയൻ ഗവൺമെൻറ് ബജറ്റിൽ കാണാൻ പറ്റും. യൂണിയൻ ഗവൺമെൻറ് ക്ഷേമകാര്യങ്ങൾക്ക് നീക്കിവെക്കേണ്ടത്, വിദ്യാഭ്യാസത്തിനുള്ള നീക്കിയിരിപ്പ്, തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടിയുള്ള നീക്കിയിരിപ്പ് എല്ലാം യൂണിയൻ ഗവൺമെൻറ് വെട്ടിക്കുറച്ചു. അങ്ങനെ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മളിവിടെ അതിനൊരു ബദൽ ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നത്. ആ ബദൽ മാതൃകാപരമായിട്ടുള്ള ബദലാണ്. രണ്ട്, ക്ഷേമ പെൻഷനുകളെ സംബന്ധിച്ചാണ്. ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഇവിടെ വലിയ ചർച്ച നടത്തുമ്പോൾ BJPയുടെ ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് മനസ്സിലാക്കേണ്ടുന്ന കാര്യം, നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി നീക്കിവെച്ച തുക എത്രയാണ്? അങ്ങ് പറഞ്ഞല്ലോ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പെൻഷൻ കൊടുക്കുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞില്ലല്ലോ ഇന്ത്യയിൽ കേരളം ഒഴികെ മറ്റൊരു സംസ്ഥാനത്തിലും പെൻഷൻ കൊടുക്കുന്നില്ല, ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് എന്താണ്? കേരളത്തിൽ കൊടുക്കുന്നത് പോലെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ ഇത്രമേൽ പെൻഷൻ കൊടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഞാനപ്പോൾ പറഞ്ഞു എന്താണ്, 60 ലക്ഷത്തോളം ആളുകൾക്ക് കേരളത്തിൽ പെൻഷൻ കൊടുക്കുന്നു. ഞാൻ രണ്ടാമത് കൂട്ടിച്ചേർത്ത് ചോദിച്ചു, ഉത്തർപ്രദേശിൽ ആകെ കൊടുക്കുന്ന പെൻഷൻ കൊടുക്കുന്ന ആളുകളുടെ, കർഷക തൊഴിലാളി പെൻഷൻ കൊടുക്കുന്ന ആളുകളുടെ എണ്ണം എത്രയാണ്? ബീഹാറിൽ എത്രയാണ്? ഹരിയാനയിൽ എത്രയാണ്? കേരളത്തെക്കാൾ ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ടാണ് കർഷക തൊഴിലാളികളുടെ പെൻഷൻ കേരളത്തോളം കൊടുക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് അവരിൽ പലരും കിട്ടുന്ന പെൻഷൻ അപേക്ഷകൾ നൽകാതെ തിരിച്ചയക്കുന്നത്? ഔദ്യോഗിക രേഖകളുടെ പിൻബലത്തിലാണല്ലോ
നമ്മൾ സംസാരിക്കേണ്ടത്. ആ ഔദ്യോഗിക രേഖകളുടെ പിൻബലത്തിൽ തന്നെയാണ് ഞാൻ അങ്ങയോട് കൃത്യമായി എല്ലാവിധ ബഹുമാനത്തോടെയും ഏറ്റവും കൃത്യതയാർന്ന ആധികാരികതയോടെയും ഞാൻ അങ്ങയോട് പറയുകയാണ്, കേരളത്തിൽ കൊടുക്കുന്ന കർഷക തൊഴിലാളി പെൻഷൻ്റെ എണ്ണമെടുത്ത് ആ പെൻഷനും UP-യിലെ പെൻഷനും ജാർഖണ്ഡിലെയും ഹരിയാനയിലും നൽകുന്ന ആളുകളുടെ പെൻഷനും അങ്ങൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങേക്ക് മനസ്സിലാക്കാൻ പറ്റും കേരളം എന്നുള്ള സംസ്ഥാനത്തിൽ കൊടുക്കുന്നതാണ് കൂടുതൽ എന്നുള്ള കാര്യം. പിന്നെ കേരളത്തിലെ ബജറ്റിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണ്? ജനസംഖ്യയിലുണ്ടാവുന്ന ഒരു സ്ട്രക്ചറൽ ചേഞ്ച് കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതെന്താണ്? കേരളത്തിൽ 20 വയസ്സിന് കുറവുള്ള ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാവുകയും 60 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാവുകയും ചെയ്യുകയാണ്. അപ്പോൾ കേരളത്തിൽ പെൻഷൻ കൊടുക്കേണ്ടുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. എന്നാൽ മറ്റ് പലയിടങ്ങളിൽ സ്ഥിതി എന്താണ്? ഹരിയാനയിൽ ആയുർദൈർഘ്യം കുറവാണ് കേരളത്തെക്കാൾ, ഉത്തർപ്രദേശിൽ ആയുർദൈർഘ്യം കുറവാണ്. അപ്പോൾ കേരളത്തിൽ കൂടുതൽ ആളുകൾക്ക് പെൻഷൻ ആനുപാതികമായി കൂടുതൽ ആളുകൾക്ക് കൊടുക്കേണ്ടി വരും. പെൻഷൻ്റെ സാന്ദ്രയിൽ 3.5 കോടി ജനങ്ങളുള്ള സ്ഥലത്ത് എത്രമാത്രം ആളുകൾ പെൻഷൻ വാങ്ങേണ്ടവരായിട്ട് മൊത്തം ശരാശരി എടുക്കുന്നോ അങ്ങനെ എടുക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്നുള്ളതാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യം. പിന്നെ കേരളത്തിലെ സർക്കാർ എന്ത് വികസനമാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ള ചോദ്യം, കേരളത്തിലെ മുൻ സർക്കാരുകൾ നടപ്പിലാക്കിയിട്ടുള്ള വികസനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒന്നാം പിണറായി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഒരു വികസന പദ്ധതികളുടെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും നാഷണൽ ഹൈവേയുടെ ഭൂമി എടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പണം കൊടുക്കേണ്ടി വന്നിട്ടില്ല. അത് കേരളത്തിനാണ്. പണം കൊടുത്ത് ഭൂമി എടുത്ത് നാഷണൽ ഹൈവേ വികസിപ്പിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ്, നാഷണൽ ഹൈവേ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ അർത്ഥത്തിൽ കേരളത്തെ നമ്മൾ അഭിനന്ദിക്കേണ്ടുന്ന കാര്യമല്ലേ. അപ്പോൾ കേരളത്തെ ആ നിലയിൽ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ കഴിയുമെന്നുള്ളതാണ് പറയാനാവുന്ന കാര്യം. പിന്നെ വയനാടിനെ കുറിച്ചുകൂടി, വയനാടിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ തുടക്കം തന്നെ മന്ദഗതിയിലാണ് എന്ന വിമർശനം, അതിനൊപ്പമാണ് 750 കോടി അതൊട്ടും പര്യാപ്തമല്ല എന്നത് പൊതുവെ ഉയരുന്ന വിമർശനമാണ്. അങ്ങ് ഞാൻ വയനാട്ടിലേക്ക് കടന്നു വരുമ്പോഴാണ് അങ്ങ് ഇങ്ങോട്ട് കടന്നു വന്നിട്ട് സംസാരം തുടങ്ങിയിട്ടുള്ളത്. ഈ ബജറ്റിൽ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഇത് കണ്ണൂർ ആൻഡ് കൊല്ലം ബജറ്റാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ശബരിമല കൊല്ലം ജില്ലയിലാണോ അതോ കണ്ണൂർ ജില്ലയിലാണോ? ഇന്ത്യയിലെ ഏറ്റവും മികച്ച തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റണം എന്ന് സർക്കാർ പറഞ്ഞിട്ടുള്ള ശബരിമല എന്നുള്ളത് ഈ 2 ജില്ലയിലും പെടില്ല എന്നുള്ളത് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം അറിയുന്ന അങ്ങയോട് ഞാൻ പഠിപ്പിക്കേണ്ടുന്ന കാര്യമില്ലല്ലോ. ഇനി വെള്ളക്കെട്ട് മാറ്റുന്നതിന് വേണ്ടി എറണാകുളത്തിന് കൊച്ചിക്ക് കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേക സ്കീമുണ്ടല്ലോ, പ്രത്യേക പദ്ധതി മാറ്റി കൊച്ചിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വലിയ ദുരിതമാണല്ലോ അത്. ആ ദുരിതത്തിനൊരു പരിഹാരമായി ഒരു വലിയ പ്രൊജക്റ്റ് അവിടെ കൊണ്ടുവരുന്നു. കൊച്ചി തിരുവനന്തപുരത്താണോ അതോ കാസർഗോട്ടാണോ അങ്ങനെ ആണോ നിങ്ങൾ ചിന്തിക്കുന്നവരെ? കൊല്ലത്താണോ കണ്ണൂരാണോ? അങ്ങനെ എടുത്തു പോകാൻ പറ്റുമോ? വിഴിഞ്ഞത്ത് നിങ്ങൾ കൊല്ലത്തേക്ക് മാറ്റിയോ? കൊല്ലത്ത് ഒരു ചെറു തുറമുഖമൊക്കെ ഉണ്ട്, പക്ഷേ വിഴിഞ്ഞത്ത് നിങ്ങൾ കൊല്ലത്തേക്ക് മാറ്റിയോ? വിഴിഞ്ഞത്തിന് കൊടുത്തിട്ടുണ്ടല്ലോ പൈസ. പല സംസ്ഥാനത്തിലെ എല്ലാ ജില്ലകളെയും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് കാണേണ്ടുന്ന കാര്യമാണ്. ഇനി വയനാട്ടിലേക്ക് വരാം. വയനാട്ടിനെ എത്രമേൽ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ സർക്കാർ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ടുന്ന കാര്യമില്ല. എന്ന് പറഞ്ഞാൽ ഈ വയനാട്ടിന് കിട്ടേണ്ടുന്ന എല്ലാ വിധത്തിലുള്ള സഹായവും തടയുന്ന ഒരു യൂണിയൻ സർക്കാർ, ഒരു BJP നേതൃത്വം. ആ BJP നേതൃത്വം എന്താണ്? വയനാട്ടിലെ പുനരധിവാസ പാക്കേജ് അലങ്കോലപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. കയ്യിലിരിപ്പ് നമ്മൾ കണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു നായാ പൈസ കൊടുക്കാത്ത വൻകിട കമ്പനികളെ നമുക്ക് കാണാൻ പറ്റും. പൊതുമേഖലാ സ്ഥാപനത്തെ നമുക്ക് കാണാൻ പറ്റും. പലരും പൈസ കൊടുത്തിട്ടുള്ള എവിടെയാണെന്നറിയോ? പ്രൈം മിനിസ്റ്ററുടെ PM കെയർ ഫണ്ട്. കണക്കില്ല PM കെയർ ഫണ്ടിൽ, ഒരു ഓഡിറ്റും ഇല്ല, CAG ഓഡിറ്റില്ല, ഒന്നുമില്ല. അഭിമാനത്തോടെ പറയാൻ പറ്റുമോ ഈ PM കെയർ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിരിക്കുന്ന പൈസയുണ്ടല്ലോ, അത് കണക്കുള്ള പൈസയാണ്, അത് ചെലവഴിക്കുന്ന ഒരു കണക്കുണ്ട്, സുതാര്യമാണ്, ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നതാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്നാൽ കേരളത്തിലെ ചീഫ് മിനിസ്റ്ററുടെ ഫണ്ട്, ചീഫ് മിനിസ്റ്ററുടെ CMDRF, അത് കൃത്യമായ നിലയിൽ കണക്കുണ്ട്, ഓഡിറ്റ് ചെയ്യപ്പെടുന്നു, CAG ഓഡിറ്റിന് വിധേയമാണ്. ഈ കേരളത്തിലെ സർക്കാരുകളുടെ തുടർച്ചയായി അതിൻ്റെ കണക്കുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു, ആ പരിശോധന നിയമസഭയിൽ വെക്കുന്നു. ഇതൊക്കെ കേരളത്തിന് മുമ്പിലുള്ള ചിത്രമാണ്. അങ്ങനെയുള്ള ഒരു ചിത്രത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ്. ഇനി
വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഏറ്റവും മികച്ച നിലയിൽ തന്നെയുള്ള പദ്ധതിയും ആസൂത്രണവുമാണ് ഈ കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ ബജറ്റിൻ്റെ ആദ്യം തന്നെ സർക്കാർ നടത്തിയിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി നടത്തിയിട്ടുള്ള പ്രഖ്യാപനം. എന്താ പ്രഖ്യാപനം? ബജറ്റിലെ ആദ്യ ഭാഗം തന്നെ നിങ്ങൾ കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇതാ കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും ദുരിതമായിട്ടുള്ള, ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുള്ള വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ടു പോയ മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പാക്കേജ് ഇതിനകത്ത് പ്രഖ്യാപിക്കുകയും ആ പാക്കേജിൽ കൃത്യമായ നിലയിൽ തന്നെ പറയുകയാണ്, വയനാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കും. അതിനുവേണ്ടിയുള്ള എല്ലാ അർത്ഥത്തിലുള്ള ഭൂമി എടുക്കാനും അവർക്ക് എന്തെല്ലാം വേണോ അതിനെല്ലാം അനുസരിച്ചുള്ള ചെലവ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി തന്നെയാണ് ഇവിടെ വിലയിരുത്തിയിട്ടുള്ളത്. ഇതാ അതിനകത്ത് പറയണം, സമയബന്ധിതമായി പൂർത്തിയാക്കും. ആ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് ആദ്യഘട്ടമായി ആ ആദ്യഘട്ടം എന്ന് പറയുന്നത് ഇതിന് പുറമെ CMDRFൻ്റെ ഭാഗമായിട്ട് വേറെയും തുക കൊടുത്തുകൊണ്ടേയിരിക്കും എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. CMDRF കൊടുക്കുന്നത് ബജറ്റിൽ CMDRF തുക വെച്ചതും CMDRFിലെ ചെലവും രണ്ടായിട്ട് തന്നെയാണ് പോവുക. CMDRFിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിവിധ ആളുകൾ സംഭാവന ചെയ്തിട്ട് വരുന്ന തുകയും അത് ചെലവഴിക്കുന്നതിന് ഒരു പ്രത്യേക മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡപ്രകാരം അത് ചെലവഴിക്കും. ഇനി മറ്റൊന്ന്, വയനാടുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള തീവ്ര ശ്രമത്തെ ഇപ്പോഴും BJPയുടെ നേതൃത്വം ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്.